എല്ലാവർക്കും ജോൺസ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 ലിസ്റ്റിൽ വരുന്ന 5.1 ഹോം തിയേറ്റർ ഏതൊക്കെയാണെന്നാണ്. അതും 5000 രൂപയ്ക്ക് താഴെ വരുന്നത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലിസ്റ്റിലെ 5ാം സ്ഥാനത്തുള്ളത് സെബ്രോണിക്സിൻ്റെ സെബ് ടിസ്റ്റ് 5.1 ഹോം തിയേറ്റർ എന്ന മോഡലാണ്. ഈ ഒരു ഹോം തിയേറ്ററിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്തിരിക്കുന്ന സബ്വൂഫറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ഇഞ്ചിൻ്റെ സബ്ബാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പാനലിൽ മാസ്റ്റർ വോളിയം കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ബാസ്, ട്രിബിൾ എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ ഒരു LED ഡിസ്പ്ലേയും അതോടൊപ്പം തന്നെ പ്ലേ, പോസ് ബട്ടൺ ആൻഡ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ആൻഡ് നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് ബട്ടണാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റീരിയോ ഇൻപുട്ടും, അതായത് ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ FM ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5.1 ഔട്ട്പുട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. 5 ചാനൽ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പവർ ഓൺ ഓഫ് സ്വിച്ചും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3499 രൂപയാണ്. എന്തുകൊണ്ടും ഈ ഒരു വിലയ്ക്ക് നല്ലൊരു ഹോം തിയേറ്ററാണിത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു ഹോം തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നതാണ്. ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് ഇംപെക്സിൻ്റെ ഓപ്ര ബ്ലൂ എന്ന് പറയുന്ന മോഡൽ ഹോം തിയേറ്ററാണ്. ഇതൊരു 5.1 ഹോം തിയേറ്ററാണിത്. ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 45 വാട്ട്സ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സൗണ്ടാണ് ഇത് കാഴ്ചവെക്കുന്നത്. ബ്ലൂടൂത്ത്, FM, SD കാർഡ്, USB, ഓക്സ് എന്നിവയാണ് ഇതിൻ്റെ പ്രധാനമായ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റിമോട്ട് വഴി ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. 5.25 ഇഞ്ചിൻ്റെ ഒരു പവർഫുൾ സബ്വൂഫറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ സബ്വൂഫർ 20 വാട്ട്സും ചാനൽ സ്പീക്കർ 5 വാട്ട്സുമാണുള്ളത്. വളരെ പവർഫുള്ളായ ഒരു ബേസ് ഔട്ട്പുട്ടാണ് ഈ ഒരു സബ്വൂഫർ കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 4499 രൂപയാണ്. എന്നാൽ ഇത് 4000 രൂപയ്ക്ക് താഴെയും ഓഫർ പ്രൈസുകളിൽ കിട്ടാവുന്നതാണ്. ലിസ്റ്റിലെ 3ാം സ്ഥാനത്തുള്ളത് ഇംപെക്സിൻ്റെ ക്ലാസിക് എന്ന മോഡലാണ്. ഇതൊരു 5.1 ഹോം തിയേറ്ററാണ്. ഇതിൽ 45 വാട്ട്സ് ഔട്ട്പുട്ടാണ് ടോട്ടലായിട്ട് ലഭിക്കുന്നത്. 20 വാട്ട്സ് സബിനും 5 വാട്ട്സ് വെച്ച് 5 സ്പീക്കറിനുമാണ് ലഭിക്കുന്നത്. ബ്ലൂടൂത്ത്, USB, FM, SD കാർഡ്, ഓക്സ് എന്നിവയാണ് ഇതിൻ്റെ ഇൻപുട്ടുകൾ. 5.1 സറൗണ്ടിങ് എഫക്റ്റ് ഈ ഒരു ഹോം തിയേറ്ററിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ വില 4500 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഹോം തിയേറ്റർ സിസ്റ്റമാണിത്. ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് ഫിലിപ്സിൻ്റെ SPA 51288 5.1 ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 40 വാട്ട്സാണ് സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ USB, ഓക്സ് ഇൻപുട്ട്, FM എന്നിവ ഇതിൽ ലഭിക്കുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 5 വാട്ട്സാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 15 വാട്ട്സാണ്. ഫിലിപ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർഫുൾ സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും ഇതിൽ നിന്ന് ലഭിക്കുക. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 4499 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഇത് കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെച്ച 4 5.1 ഹോം തിയേറ്ററുകളും എൻ്റെ കാഴ്ചപ്പാടിലുള്ള ബെസ്റ്റ് 5.1 ഹോം തിയേറ്ററുകളാണ്. നിങ്ങൾ ഒരു ഹോം തിയേറ്റർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ പ്രധാനമായും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തരണമെങ്കിൽ നല്ല വാട്ട്സുള്ള സ്പീക്കറുകൾ ഉപയോഗിച്ചാലേ അതിൽ നിന്നും നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള സൗണ്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഘടകം വാട്ട്സാണ് നിങ്ങൾ ആദ്യമായി ചെക്ക് ചെയ്യേണ്ടത്. രണ്ടാമതായി ചെക്ക് ചെയ്യേണ്ടത് അതൊരു യഥാർത്ഥത്തിൽ ഒരു 5.1 ഹോം തിയേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായി അതിൻ്റെ ബാക്ക് സൈഡിൽ 5.1 ഇൻപുട്ട് ഉണ്ടാകുന്നതാണ്. 5.1 ഇൻപുട്ടില്ലാത്ത ഒരു ഹോം തിയേറ്ററും യഥാർത്ഥത്തിൽ 5.1 ഹോം തിയേറ്റർ അല്ല. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിലുള്ള ബെസ്റ്റ് 5.1 ഹോം തിയേറ്ററാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ അവതരിപ്പിച്ചത്. വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വയം ഉത്തരവാദിത്തോടെ മാത്രം ടെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.